ക്രിക്കറ്റ് ലോകം എപ്പോഴും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വെറും ഒരു കായിക മത്സരം എന്നതിലുപരി ഇരു രാജ്യങ്ങളിലെയും കോടിക്കണക്കിന് ആരാധകരുടെ വികാരമാണ് ഈ പോരാട്ടം. എന്നാൽ വരാനിരിക്കുന്ന T20 ലോകകപ്പിന് മുന്നോടിയായി ഈ മത്സരം നടക്കുമോ എന്ന കാര്യത്തിൽ വലിയ തോതിലുള്ള അനിശ്ചിതത്വങ്ങൾ നിലനിന്നിരുന്നു. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡും അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലും തമ്മിൽ ഒരാഴ്ചയോളം നീണ്ടുനിന്ന തർക്കങ്ങൾക്കൊടുവിൽ ശുഭകരമായ തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. ഫെബ്രുവരി 15-ന് കൊളംബോയിൽ വെച്ച് നടക്കാനിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ പങ്കെടുക്കാൻ പാകിസ്ഥാൻ സർക്കാർ തങ്ങളുടെ ദേശീയ ടീമിന് അനുമതി നൽകിയിരിക്കുകയാണ്. ഇതോടെ മാസങ്ങളായി നിലനിന്നിരുന്ന ആശങ്കകൾക്ക് വിരാമമായി. ICCയുടെയും BCCIയുടെയും കർശനമായ നിലപാടുകളും അന്താരാഷ്ട്ര സമ്മർദ്ദവും പാകിസ്ഥാന്റെ ഈ പിന്മാറ്റത്തിന് കാരണമായിട്ടുണ്ട്. ടൂർണമെന്റ് ബഹിഷ്കരിക്കുമെന്ന ഭീഷണിയിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറിയത് ക്രിക്കറ്റ് ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഈ ലോകകപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് പ്രധാന ക്രിക്കറ്റ് രാഷ്ട്രമായ ബംഗ്ലാദേശിന്റെ അഭാവമാണ്. സുരക്ഷാ കാരണങ്ങളാൽ ഇന്ത്യയിൽ കളിക്കാൻ താല്പര്യമില്ലെന്ന നിലപാടിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഉറച്ചുനിന്നു. ടൂർണമെന്റ് ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്ന ബംഗ്ലാദേശിന്റെ ആവശ്യം ICC നിരാകരിച്ചതോടെ അവർ ടൂർണമെന്റിൽ നിന്നും പിന്മാറാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ ഒഴിവിലേക്ക് 20 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ സ്കോട്ട്ലൻഡിനെ ഉൾപ്പെടുത്തി. ബംഗ്ലാദേശിനെ പോലെ ഒരു ടീം ഇല്ലാത്തത് ടൂർണമെന്റിന്റെ നിറം കെടുത്തുമെന്ന അഭിപ്രായമുണ്ടെങ്കിലും ICC തങ്ങളുടെ ഷെഡ്യൂളിൽ മാറ്റം വരുത്താൻ തയ്യാറായില്ല.